മലമ്പുഴ ഡാം തുറന്നതോടെ മലമ്പുഴ ഉദ്യാനത്തിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഉൾപ്പെടെയാണ് മലമ്പുഴയിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നത്. ഡാമിന്റെ 4 ഷട്ടറുകൾ ഇന്ന് രാവിലെ 10 മണിക്ക് തുറന്ന ശേഷമാണ് സന്ദർശകർ കൂടുതലായി എത്തുന്നത്. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതോടെ ഉദ്യാനത്തിലേക്ക് വിനോദസഞ്ചാരികളുടെ വലിയ ഒഴുക്കാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ ഈ ഷട്ടർ തുറക്കുമ്പോൾ തന്നെ ഒരുപാട് ആളുകളാണ് ഉദ്യാനത്തിലേക്ക് എത്തിയത്. ഇപ്പോഴും ഒരുപാട് ആളുകൾ ഈ ഉദ്യാനത്തിലേക്ക് എത്തുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു. മനോഹരമായ കാഴ്ചയായതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഈ മലമ്പുഴ ഉദ്യാനത്തിലേക്ക് എത്തി അതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇങ്ങനെ മൊബൈൽ ഫോൺ ക്യാമറകളിലും മറ്റുമൊക്കെ പകർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഡാമിലെ ഈ 4 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത്. ജലനിരപ്പ് 114.2 മീറ്ററിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സ്പിൽവേ ഷട്ടറുകൾ തുറന്നിരിക്കുന്നത്. ഈ മലമ്പുഴ ഡാമിനെ സംബന്ധിച്ചിടത്തോളം മലമ്പുഴ ഡാമിൻ്റെ പരമാവധി ജലസംഭരണ നില എന്നുള്ളത് 115.06 മീറ്ററാണ്. ഈ 0.6 മീറ്റർ ജലസംഭരണ നിലയുള്ള ഈ ഡാമിൽ 111.15 മീറ്റർ ജലനിരപ്പ് എത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഷട്ടറുകൾ തുറന്നിരിക്കുന്നത്. മലമ്പുഴ ഡാമിനെ സംബന്ധിച്ചിടത്തോളം മലമ്പുഴ ഡാമിൽ ശക്തമായ വെള്ളം ഈ ഡാമിലേക്ക് എത്തുന്നു. അതിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നുള്ളതാണ്. ഇന്നലെ വരെ മലമ്പുഴയിൽ 346.1 മില്ലിമീറ്റർ മഴ പെയ്തിട്ടുണ്ട്. സാധാരണ ലഭിക്കാറുള്ളതിനേക്കാൾ ഇരട്ടി മഴയാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കാലാവസ്ഥാ അധികൃതർ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ ഡാം തുറന്നിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അവിടെ വരുന്നത്? ആദ്യമായിട്ട് ഡാം തുറക്കുമ്പോൾ ആദ്യമായിട്ടാണ്. മലമ്പുഴയ്ക്ക് ഒത്തിരി വന്നിട്ടുണ്ട്. ഡാം തുറക്കണം ആദ്യമായിട്ട് കാണാനായിട്ട് വന്നതാണ്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നത് ഡാം തുറക്കുന്നത്. ആദ്യമായിട്ടല്ല, രണ്ടാമത്തെ തവണ. കുഴപ്പമില്ല, നല്ല എല്ലാ കൊല്ലം വരാറുണ്ട്. കുഴപ്പമില്ല. നേരത്തെ അറിഞ്ഞു വന്നോ? നേരത്തെ അറിഞ്ഞു വന്നു. കണ്ടോ ഡാം തുറക്കണുണ്ടോ? എങ്ങനെയുണ്ട്? സൂപ്പർ എന്നാണ് ആ മോള് പറയുന്നത്. ഏതായാലും ആ കുട്ടി പറഞ്ഞ പോലെ തന്നെ വളരെ മനോഹരമാണ് ഈ കാഴ്ചകൾ. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയുണ്ട് ഈ എങ്ങനെയുണ്ടോ ഈ രസമുണ്ടോ? എങ്ങനെയുണ്ട്? എവിടെ നിന്ന് വരികയാണ്? ഞാൻ ഇവിടുന്ന് രാമനഗരം കൊപ്പത്തുനിന്നാണ്. ആദ്യമായിട്ടാണോ? അല്ലല്ലേ, 4 ടൈമാണ്. 4ാമത്തെ വർഷം കാണുന്നത്. ഓപ്പൺ ആയ സമയത്ത് നമ്മൾ ഇവിടെ കാണാറുള്ളതാണ്. എല്ലാ തവണയും കാണാൻ? അതെ അതെ, വരാറുണ്ട്. അല്ലല്ലേ, നമ്മൾ എപ്പോഴും പറയുന്നത് ഡാം തുറക്കുന്ന സമയത്ത് അല്ല, എപ്പോഴും വരാറുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇവിടെ എത്തി ഇങ്ങനെ ചിത്രങ്ങളും മറ്റുമൊക്കെ മൊബൈൽ ഫോൺ ക്യാമറകളിൽ പകർത്തുന്നതും മറ്റുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എവിടെ നിന്ന് വരികയാണ് നിങ്ങൾ? പാലക്കാട്. എങ്ങനെ ആദ്യമായിട്ട് വരികയാണോ? അതെ, ഫസ്റ്റ് ടൈം. അടിപൊളി, നന്നായിരുന്നു. ഞങ്ങൾ വരുമ്പോഴേക്ക് തുറന്നു സംഭവം. തുറന്നാലും ഇപ്പോൾ തുറന്ന് കാണാൻ അടിപൊളി സൂപ്പർ. ഞാൻ ആദ്യമായിട്ടാണ്. അടിപൊളിയായിട്ട് സൂപ്പർ. ഏതായാലും ഒരുപാട് ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. മോൾ എങ്ങനെയുണ്ട്? ശരി. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ വിനോദസഞ്ചാരികളുടെ വലിയ ഒഴുക്ക് ഡാം തുറന്നതോടുകൂടെ മലമ്പുഴ ഉദ്യാനത്തിലേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലൊക്കെ ഇത് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നതിനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം അത്രയും മനോഹരമായ കാഴ്ചയാണ് ഡാം തുറന്നിട്ടുള്ള ഈ കാഴ്ച എന്നുള്ളതാണ്. കാരണം കൃത്യം ഈ മലമ്പുഴ ഡാം തുറക്കുമ്പോൾ ആ ഡാമിൻ്റെ താഴ്വശത്ത് തന്നെയായിട്ടൊരു തൂക്കുപാലമുണ്ട്. ആ തൂക്കുപാലത്തിലൂടെ നടന്നൊക്കെ ഈ മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കും. തൊട്ടപ്പുറത്ത് റോപ്പ് വേ ഉണ്ട്. ആ റോപ്പ് വേയിലൂടെയും ഈ മനോഹര കാഴ്ച കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ആളുകളൊക്കെ ഇവിടേക്ക് ഇങ്ങനെ ഒഴുകി എത്തുന്ന സ്ഥിതി ഉള്ളത്. ഏതായാലും നമുക്ക് ഈ ഉദ്യാനത്തിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളോടാണെങ്കിലും അല്ലെങ്കിൽ ഈ ഡാം തുറന്നതോടുകൂടെ കൽപ്പാത്തി പുഴയുടെയും ഭാരതപ്പുഴയുടെയും കരയിൽ താമസിക്കുന്ന ആളുകളോടാണെങ്കിലും മീൻ പിടിക്കാനും മറ്റും പുഴയിലേക്ക് ഇറങ്ങുന്ന ആളുകളോടാണെങ്കിലും ഒക്കെ പറയാനുള്ളത് വളരെയേറെ ജാഗ്രത പാലിക്കണം. മഴ ശക്തി പ്രാപിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇനി ഡാമിൻ്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് കൂടുതൽ ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ഈ ആളുകളോട് ജനങ്ങളോട് പറയാനുള്ളത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.